വെൽക്കം ടു എമിനന്റ് PSC. സോ ഇന്നത്തെ ടെസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് എറർ കറക്ഷൻ അല്ലെങ്കിൽ സെന്റൻസ് കറക്ഷൻ അഥവാ അഡ്ജക്റ്റീവ്സ് ആണ്. അഡ്ജക്റ്റീവ്സും സെന്റൻസ് കറക്ഷനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ചൂസ് എ സെന്റൻസ് ദാറ്റ് ഹാസ് ആൻ എറർ ഇൻ ഇറ്റ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നല്ല ഓപ്ഷനും തന്നേക്കും. അതിലൊരു സെന്റൻസ് എറർ പാർട്ടായിരിക്കും. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എറർ പാർട്ടുള്ള സെന്റൻസ് ചൂസ് ചെയ്യാനാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ദ വോക്ക് ഇൻ എ മോഡറേറ്റ് സ്പീഡ്. തെറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല അല്ലെ, അതൊരു കറക്റ്റ് സെന്റൻസ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, ദ ചിൽഡ്രൻ വാണ്ട്സ് ടു പ്ലേ. അപ്പൊ ഇത് ഏതിൽ നിന്നുള്ള ടോപ്പിക്കാണ്? കോൺവേർഡ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം കോൺവേർഡ് എന്ന് പറയുന്നത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വേർബ് സിംഗുലർ ആകണം, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വേർബ് പ്ലൂറൽ ആവണം. ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് ചിൽഡ്രൻ ആണ് അല്ലെ, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ പ്ലൂറൽ വേർബ് ആയിരുന്നു വരേണ്ടിയിരുന്നത് അല്ലെ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ഏത് വേർബാണ്? സിംഗുലർ വേർബായ വോൺസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വരേണ്ടിയിരുന്നത് ദ ചിൽഡ്രൻ വാണ്ട് ടു പ്ലേ ആണ്. അപ്പൊ ചിൽഡ്രൻ വാണ്ട്സ് ടു പ്ലേ അല്ല. ഇനി ദ ബേബി ഈസ് ക്രൈങ് ലൗഡ്ലി. തെറ്റൊന്നും ഇല്ല, കറക്റ്റ് തന്നെയാണ്. അതുപോലെ ദ മെമ്പേഴ്സ് വിൽ പേ ദ ബിൽ അല്ലെ, തെറ്റൊന്നും ഇല്ല. അപ്പൊ ഇവിടെ എറർ പാർട്ട് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ചിൽഡ്രൻ വാണ്ട്സ് അല്ല, ചിൽഡ്രൻ വാണ്ട് ടു പ്ലേ ആണ്. കാരണം ചിൽഡ്രൻ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വേർബും പ്ലൂറൽ ആകണം. അതാണ് നമ്മുടെ കോൺവേർഡിന്റെ റൂള്. സോ അത് പ്രകാരം ഓപ്ഷൻ ബി എറർ പാർട്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചൂസ് എ കറക്റ്റ് സെന്റൻസ് ഫ്രം ദി ഫോളോയിങ്. കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എറർ പാർട്ടാണ് ചോദിച്ചതെങ്കിൽ ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ഏതാണ്? കറക്റ്റ് സെന്റൻസ് ചൂസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ഷാൽ കം അറ്റ് നെക്സ്റ്റ് ട്യൂസ്ഡേ, ഐ ഷാൽ കം നെക്സ്റ്റ് ട്യൂസ്ഡേ, ഐ ഷാൽ കം ഓൺ നെക്സ്റ്റ് ട്യൂസ്ഡേ, ഐ ഷാൽ കം ഓൺ ദി നെക്സ്റ്റ് ട്യൂസ്ഡേ. ഏതായിരിക്കും കറക്റ്റ്? ആദ്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഐ ഷാൽ കം അറ്റ് നെക്സ്റ്റ് ട്യൂസ്ഡേ അല്ലെ. ഇവിടെ അറ്റും നെക്സ്റ്റും എന്ന് പറയുന്നത് രണ്ടും പ്രിപ്പസിഷൻസ് ആണ് അല്ലെ. അപ്പൊ രണ്ട് പ്രിപ്പസിഷൻസ് ഒരുമിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഇനി അടുത്തത് ഐ ഷാൽ കം നെക്സ്റ്റ് ട്യൂസ്ഡേ. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരൊറ്റ പ്രിപ്പസിഷൻ ആണ് യൂസ് ചെയ്തേക്കുന്നത്, നെക്സ്റ്റ് അല്ലെ. ഇനി ഐ ഷാൽ കം ഓൺ നെക്സ്റ്റ് ട്യൂസ്ഡേ, ഇവിടെയും നോക്കുവാണെങ്കിൽ രണ്ട് പ്രിപ്പസിഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല. ഇനി ഐ ഷാൽ കം ഓൺ ദി നെക്സ്റ്റ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞാലും റോങ് ആണ് അല്ലെ. അപ്പൊ കറക്റ്റ് സെന്റൻസ് ഇവിടെ ഏതാണ്? ഐ ഷാൽ കം നെക്സ്റ്റ് ട്യൂസ്ഡേ. രണ്ട് പ്രിപ്പസിഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരൊറ്റ പ്രിപ്പസിഷൻ. ഓൾറെഡി നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രിപ്പസിഷൻ ആണ്. സോ അതിന്റെ കൂടെ വേറെ പ്രിപ്പസിഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കറക്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഐ ഷാൽ കം നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ്. ഓക്കെ, ഇനി ചൂസ് ദി കറക്റ്റ് സെന്റൻസ്. കറക്റ്റ് സെന്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഐ ഹാവ് സീൻ an English film yesterday, I was seen an English film yesterday, I had seen an English film yesterday, I saw an English film yesterday. ഏതായിരിക്കും കറക്റ്റ് സെന്റൻസ്? നമുക്കറിയാം യെസ്റ്റർഡേ, ഇയർ എഗോ, മന്ത് എഗോ, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ കൂടെയാണ് അല്ലെ. യെസ്റ്റർഡേ ടൈമിനെ കാണിക്കുന്നത്, അതായത് യെസ്റ്റർഡേ, ഇയർ എഗോ, മന്ത് എഗോ, ഇതൊക്കെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു? സബ്ജക്റ്റിനെ തുടർന്ന് V2 വെർബ് പ്ലസ് ഒബ്ജക്റ്റ് അല്ലെ. സബ്ജക്റ്റിന് ശേഷം വെർബ് ഏത് ഫോമിലായിരിക്കണം? സെക്കൻഡ് ഫോമിലായിരിക്കണം. അപ്പൊ ഇവിടെ സെക്കൻഡ് ഫോമിൽ വരുന്ന വെർബ് ഏതാണ്? ഐ സോ ആൻ ഇംഗ്ലീഷ് ഫിലിം യെസ്റ്റർഡേ അല്ലെ. സീ, സോ, സീൻ. വെർബ് ഇവിടെ സെക്കൻഡ് ഫോം ആണ്. യെസ്റ്റർഡേ സിംഗിൾ പാസ്റ്റിന്റെ കൂടെയാണ്, നമ്മൾ സിമ്പിൾ പാസ്റ്റിന്റെ കൂടെയാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഐ സോ ആൻ ഇംഗ്ലീഷ് ഫിലിം യെസ്റ്റർഡേ. അപ്പൊ ഇത് ശ്രദ്ധിച്ചോണം. യെസ്റ്റർഡേ, ഇയർ അഗോ, ഇതെല്ലാം ചോദിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ കൂടെയാണ്. സ്ട്രക്ചർ എന്തായിരുന്നു? സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സ്ട്രക്ചർ. അത് പ്രകാരം നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഐ സോ ആൻ ഇംഗ്ലീഷ് ഫിലിം യെസ്റ്റർഡേ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദി ഫോളോയിങ്. കറക്റ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വേർഡ് റോങ് ആണ്, അത് റീപ്ലേസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്.
The furniture in this room are made of teak. അല്ലെ, ഇവിടെ ആറ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. are made of teak. ഓപ്ഷൻ നോക്കാം. ഹാവ്, ഹാഡ്, ഈസ്, നൺ ഓഫ് എബോവ്. എന്തായിരിക്കും വരിക? ഇതും കോൺവേർഡി എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഫേർണിച്ചർ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, അതായത് ഫേർണിച്ചറിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഫേർണിച്ചർ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ വേർബ് എന്താവണം? വേർബ് സിംഗുലർ ആണ് ആവേണ്ടത്, പ്ലൂറൽ അല്ല ആകേണ്ടത്. ഇവിടെ ആറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ആറല്ല വരേണ്ടിയിരുന്നത്. എന്തായിരുന്നു വരേണ്ടിയിരുന്നത്? ഈസ് ആണ് വരേണ്ടിയിരുന്നത്. അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആകും. ഫേർണിച്ചർ എന്ന് പറയുന്ന ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ നമ്മുടെ വേർബും സിംഗുലർ ആവണം. ആറിന് പകരം ഇവിടെ കറക്റ്റ് ഓപ്ഷൻ യൂസ് ചെയ്യേണ്ടിയിരുന്നത് ഈസ് ആണ്. സോ ദ ഫേർണിച്ചർ ഇൻ ദിസ് റൂം ഇസ് മെയ്ഡ് ഓഫ് ടീക്ക്. ഈസ് മെയ്ഡ് ഓഫ് ടീക്ക്. ഓക്കെ, ഇനി അടുത്തയിലോട്ട് നമുക്ക് പോവാം. കറക്റ്റ് ദി ഗിവൻ സെന്റൻസ്. കറക്റ്റ് ദി ഗിവൻ സെന്റൻസ്, അതായത് ഈ ഒരു സെന്റൻസ് റോങ് ആണ്. ഇത് കറക്റ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. വിമൻ കുക്സ് ഫുഡ് ഇൻ ദർ കിച്ചൺ, അല്ലെ? ഓപ്ഷൻ എ ഈസ് കുക്കിംഗ്, ഓപ്ഷൻ ബി കുക്കിംഗ്, ഓപ്ഷൻ സി കുക്ക്, ഓപ്ഷൻ ഡി ഹാസ് കുക്കിംഗ്. എന്തായിരിക്കും ആൻസർ വരിക? വിമൻ കുക്സ് ആണ് വന്നിരിക്കുന്നത്, അല്ലെ? വിമൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അല്ലെ? പ്ലൂറൽ ആണ്. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മുടെ വെർബ് പ്ലൂറൽ ആവണം. വീണ്ടും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സിംഗുലർ വെർബായ കുക്സ് ആണ്. അപ്പൊ കുക്സിന് പകരം ഇവിടെ എന്തായിരുന്നു വരേണ്ടിയിരുന്നത്? കുക്കാണ് വരേണ്ടിയിരുന്നത്. കാരണം എന്താണ്? വിമൻ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അല്ലെ? പ്ലൂറൽ ആണ് വിമൻ, വുമൻ, വിമൻ. അപ്പം സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആവണം. അപ്പൊ ഇവിടെ കുക്സിന് പകരം കുക്ക് ആയിരുന്നു വരേണ്ടിയിരുന്നത്. കുക്സ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. അതുകൊണ്ട് തന്നെ കുക്സിന് പകരം ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കുക്കാണ്. വിമൻ കുക്ക് ഫുഡ് ഇൻ ദർ കിച്ചൺ. ഓക്കെ, അടുത്ത നോക്കിക്കേ. As to books and films, I prefer the dash to entertain myself. Adjective എന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ latest, ഓപ്ഷൻ ബി later, ഓപ്ഷൻ സി last, ഓപ്ഷൻ ഡി latter. As to books and films, I prefer dash to entertain myself. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ ലേറ്റസ്റ്റ് ന്യൂസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? പുതിയതായിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയല്ലേ? വാട്ട് ഇസ് ദ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ, അല്ലേ? പുതിയതായിട്ട് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ, ന്യൂസ്, ഇതിനൊക്കെയാണ് നമ്മൾ ലേറ്റസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? ഹി അറൈവ് ലേറ്റർ ദാൻ ഐ. എന്നെക്കാളും വൈകിയാണ് അവൻ വന്നതെന്ന് നമുക്ക് പറയാം. ഒരു ടൈമിനെ കാണിക്കാനാണ് നമ്മൾ ലേറ്റർ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ആണെങ്കിലോ ഏറ്റവും അവസാനത്തേത്, അല്ലെ? അപ്പൊ ലാസ്റ്റ് അല്ല. ഇനി ലാറ്റർ, അല്ലെ? LATTER. ലാറ്റർ എന്ന് പറഞ്ഞ സെക്കൻഡ് എന്നാണ് അർത്ഥം. സെക്കൻഡ്. അപ്പം ആസ് ടു ബുക്സ് ആൻഡ് ഫിലിംസ്, ഐ പ്രിഫർ ദി ലാറ്റർ ടു എന്റർടൈൻ മൈസെൽഫ് എന്ന് വെച്ചാൽ ബുക്സിലും ഫിലിമിലും വെച്ച് ഐ പ്രിഫർ ദി ലാറ്റർ എന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത്തേതായിരിക്കും എന്റർടൈൻ ചെയ്യാൻ പ്രിഫർ ചെയ്തേക്കുന്നത്. അതായത് ഫിലിംസ് ആയിരിക്കും കുറച്ചും കൂടി പ്രിഫർ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലാറ്റർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എന്നാണ് അർത്ഥം. ഓർത്ത് വെച്ചോണം. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഡീറ്റെയിൽസ്, പുതിയ ഇൻഫോർമേഷൻ, പുതിയ ന്യൂസ് ഒക്കെ കിട്ടുന്ന നമ്മൾ പറയില്ലേ? ലേറ്റസ്റ്റ് ന്യൂസ്, ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ, പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുക, അതിനെയാണ് ലേറ്റസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലേറ്റർ എന്ന് പറഞ്ഞ ഒരു ടൈമിനെ, വൈകി വരിക, അതാണ് ലേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഏറ്റവും അവസാനത്തേത്. സോ ആൻസർ എന്ന് പറയുന്നത് ലാറ്റർ ആണ്. ലാറ്റർ എന്ന് വെച്ചാൽ സെക്കൻഡ് എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, സോ ആസ് ടു ബുക്സ് ആൻഡ് ഫിലിംസ്, ഐ പ്രിഫർ ദി ലാറ്റർ ടു എന്റർടൈൻ മൈസെൽഫ്. അടുത്തത്, ജിം ഹാസ് ഓൺലി ഡാഷ് ലെറ്റേഴ്സ് ടു റൈറ്റ്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. A few, a little, few, little. ആൻസർ എന്താണ്? നമുക്കറിയാം, ലിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയും ഫ്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയുമാണ്. അപ്പൊ ഇവിടെ ലെറ്റേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്, അതായത് കൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ ലിറ്റിൽ അല്ല നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത്, മനസ്സിലായി? ഫ്യൂ ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓപ്ഷനില് ആ ഫ്യൂ ഉണ്ട്, ഫ്യൂ ഉണ്ട്, അല്ലെ? ആ ഫ്യൂവിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നൺ ആണ്. അതായത് ഒന്നുമില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഫ്യൂ യൂസ് ചെയ്യുന്നത്. ആ ഫ്യൂ എന്താന്ന് വെച്ചാൽ ഒരുപാടൊന്നുമില്ല എന്ന കുറച്ച് എണ്ണത്തെ, കുറച്ച് നമ്പർ, സ്മോൾ നമ്പറിനെ കാണിക്കാനാണ് a few നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ജിം ഹാസ് ഓൺലി
a few letters to write. കുറച്ച് ലെറ്റർ മാത്രമേ ഇനി എഴുതാനുള്ളൂ. ഒരുപാടില്ല, കുറച്ച് ലെറ്റേഴ്സ്. അതുകൊണ്ട് a few യൂസ് ചെയ്തു. few എന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം. കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് few യൂസ് ചെയ്യുന്നത്. അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. ലിറ്റിലും ലിറ്റിലും സെയിം ഇത് തന്നെയാണ്. ലിറ്റിൽ എന്ന് പറഞ്ഞാലും ഒന്നുമില്ല എന്നാണ് അർത്ഥം. ലിറ്റിൽ എന്ന് വെച്ചാൽ സ്മോൾ ക്വാണ്ടിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാടൊന്നുമില്ല എന്നാൽ കുറച്ചുണ്ട് താനും, അതിനെയാണ് ലിറ്റിൽ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജിം ഹാസ് ഓൺലി a few letters to write. ഇനി അടുത്ത നോക്കിക്കേ. ഹാവ് യു ഹേർഡ് ദി ഡാഷ് ന്യൂസ്? നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ലേറ്റസ്റ്റ്, ലേറ്റർ, ലാറ്റർ, ലേറ്റ് അല്ലേ? ഞാൻ പറഞ്ഞു ലാറ്റർ എന്ന് പറയുന്നത് സെക്കൻഡ് എന്നാണ് അർത്ഥം. ലേറ്റർ എന്ന് പറഞ്ഞ ഒരു ടൈമിനെയാണ് കാണിക്കുന്നത്. അതായത് ഹി അറൈവ് ലേറ്റർ ദാൻ ഐ. ഞാൻ പറഞ്ഞു എന്നെക്കാളും വൈകിയാണ് അവൻ വരുന്നത് അല്ലെ. ഒരു വൈകി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ ഒരു ടൈമിനെയൊക്കെ സൂചിപ്പിക്കാനാണ് നമ്മൾ ലേറ്റർ യൂസ് ചെയ്യുന്നത്. ലേറ്റ് എന്ന് പറഞ്ഞ അവസാനത്തേത്. ലേറ്റസ്റ്റ് ആണെങ്കിലോ പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടിയോ അല്ലെ. ഹാവ് യു ഹേർഡ് ദി ലേറ്റസ്റ്റ് ന്യൂസ്? പുതിയ വാർത്ത നീ കേട്ടോ എന്നാണ് പറയുന്നത്, ലേറ്റസ്റ്റ്. അപ്പൊ ഇവിടെ കറക്റ്റ് യൂസ് ചെയ്യേണ്ട അഡ്ജക്റ്റീവ് ഏതാണ്? ലേറ്റസ്റ്റ് ആണ്. ഹാവ് യു ഹേർഡ് ദി ലേറ്റസ്റ്റ് ന്യൂസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ലേറ്റസ്റ്റ്. അടുത്ത നോക്കിക്കേ. ഹൗ ഡാഷ് ഓറഞ്ചസ് ഡിഡ് യു പുട്ട് ഇൻ ദി ബോക്സ്? ഓപ്ഷൻ എ മച്ച്, ഓപ്ഷൻ ബി മെനി, ഓപ്ഷൻ സി ഫ്യൂ, ഓപ്ഷൻ ഡി ലിറ്റിൽ അല്ലെ. ഓറഞ്ചസ് അല്ലെ, കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെനിയും അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മച്ചുമാണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഹൗ മെനി ഓറഞ്ചസ് ഡിഡ് യു പുട്ട് ഇൻ ദി ബോക്സ് അല്ലെ. കൗണ്ടബിൾ ആയത് കാരണം മെനി ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. ഫ്യൂ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഫ്യൂ പ്രാക്ടിക്കലി നണ്ണാണ് കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ലിറ്റിൽ അൺകൗണ്ടബിളിന്റെ കൂടെയാണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? മെനി ആണ്, നമ്പറിനെ കാണിക്കുന്നത്. ഹൗ മെനി ഓറഞ്ചസ് ഡിഡ് യു പുട്ട് ഇൻ ദി ബോക്സ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് റെയിനിങ് ഡാഷ് ഹെവിയർ, ഹെവിലി, ഹെവി, ഹെവിയസ്റ്റ്. ആൻസർ എന്താണ്? വളരെ ഈസി ആണ്. എന്താ പറയാ? ഇറ്റ്സ് റെയിനിങ് ഹെവിലി അല്ലെ. ഇറ്റ്സ് റെയിനിങ് ഹെവിലി ആണ്. ഹെവിയും ഹെവിയസ്റ്റ് ഒന്നും നമ്മൾ പറയില്ല. ഇറ്റ്സ് റെയിനിങ് ഹെവിലി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റിന് ഉണ്ടായിരുന്ന 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് സെന്റൻസ് കറക്ഷനിൽ നിന്നും അഡ്ജക്റ്റീവ്സ് നിന്നും. അപ്പൊ ഈ 10 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അടുത്ത ഒരു ടെസ്റ്റിൽ കാണാം. Till then, thank you. Thank you all.